2 മാസം ലീവ് തുടങ്ങിയ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് തടി കൂടിയത് കേട്ടോ. വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കും, കുടിക്കും, ഉണ്ടാക്കും, തിന്നും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പം ഒടുക്കത്തെ ചൂട്. അപ്പം ഞാൻ വിചാരിച്ചു ചൂടിനൊരു മൊജിറ്റോ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊജിറ്റോ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സംഭവം റെഡിയാക്കി. അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ വേഗം സാമ്പാറിന് വറുത്തിട്ടു. പൊടിയിട്ട സാമ്പാർ കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിന് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം കഴുകുന്ന പരിപാടി നോക്കി. ഇപ്പം വീട്ടിലായ പിന്നെ ഒന്നിനും ഒരു കൃത്യനിഷ്ഠതയില്ല. എപ്പോൾ തോന്നുന്നു കുളിക്കാൻ അപ്പോൾ കുളിക്കും, എപ്പോൾ ചോറ് കഴിക്കണം തോന്നുന്നു അപ്പോൾ ചോറ് കഴിക്കും, അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം കഴിയാറായി. അപ്പോഴായിരിക്കും എല്ലാ റൂട്ടീൻ ടൈമിന് വരുന്നത് കേട്ടോ. കോളേജ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സമയാസമയത്ത് നടക്കും. അതിന് ശേഷം ഞാൻ സിങ്കല്ലൊന്ന് വൃത്തിയാക്കിയിട്ടു. അതൊന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. കണ്ട എൻ്റെ പപ്പി കിടന്നുറങ്ങുന്നത്. പിന്നെ ഞങ്ങൾക്കുണ്ടായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തീർക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് നേരെ പുസ്തകമെല്ലാം എടുത്തിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. സാമ്പാറും മുട്ട ആംപ്ലേറ്റും അച്ചാറും കൂട്ടി ഫുഡ്